നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങളിൽ ഒന്നായിരുന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തെപ്പറ്റി മനസ്സിലാക്കാം. 1942 ഇന്ത്യ അപ്പോഴും ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലായിരുന്നു. അന്ന് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയം. ഇന്ത്യക്കാരുടെ അഭിപ്രായം ചോദിക്കാതെ ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയെ യുദ്ധത്തിൻ്റെ ഭാഗമാക്കി. ഇതിൽ ഇന്ത്യൻ ജനതയ്ക്ക് വലിയ പ്രതിഷേധമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് 1942 ഓഗസ്റ്റ് 8 മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി ചരിത്രപ്രസിദ്ധമായ ഒരു ആഹ്വാനം നടത്തിയത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. ബ്രിട്ടീഷുകാരോട് അദ്ദേഹം ഒരേ ഒരു കാര്യം മാത്രമാണ് ആവശ്യപ്പെട്ടത്: ഇന്ത്യ വിടുക. അതുകൊണ്ടാണ് ഈ പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സമരം പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഗാന്ധിജിയെയും ജവഹർലാൽ നെഹ്റുവിനെയും സർദാർ വല്ലഭായ് പട്ടേലിനെയും ഉൾപ്പെടെ നിരവധി ദേശീയ നേതാക്കളെ ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്തു. എന്നാൽ നേതാക്കൾ ജയിലിലായിട്ടും സമരം നിലച്ചില്ല. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികളും അധ്യാപകരും തൊഴിലാളികളും കർഷകരും സ്ത്രീകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ സ്വാതന്ത്ര്യത്തിനായി മുന്നോട്ട് വന്നു. ഇന്ത്യക്കാർക്ക് ഇനി സ്വാതന്ത്ര്യം മാത്രമാണ് ലക്ഷ്യമെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നതിന് 5 വർഷത്തിന് ശേഷം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി. ക്വിറ്റ് ഇന്ത്യ സമരം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട്. ഐക്യവും ധൈര്യവും ഉറച്ച തീരുമാനവും ഉണ്ടെങ്കിൽ വലിയ ലക്ഷ്യങ്ങൾ പോലും നേടിയെടുക്കാൻ കഴിയും. നന്ദി.